السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 158 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ ക്ലാസ് സാലിഹായ ഒരു അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മുഹസ്സിനുകൾ, പണ്ഡിതന്മാർ, കേൾക്കുന്നവർ, പിന്നീട് റഫർ ചെയ്യുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ, നമുക്ക് ഭക്ഷണം തന്നവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, എല്ലാ നിലക്കും നമ്മൾ കടപ്പാടുള്ള ആളുകൾ അല്ലാഹു അവർക്ക് രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 158 പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇذن റബ്ബിഹി വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദാ كذلك نصرف الآيات لقوم يشكرون. لقد أرسلنا نوحا إلى قومه فقال يا قوم اعبدوا الله ما لكم من إله غيره إني أخاف عليكم عذاب يوم عظيم. قال الملأ من قومه إنا لنراك في ضلال مبين. قال يا قوم ليس بي ضلالة ولكني رسول من رب العالمين أبلغكم رسالات ربي وأنصح لكم وأعلم من الله ما لا تعلمون. أوعجبتم أن جاءكم ذكر من ربكم على رجل منكم لينذركم ولتتقوا ولعلكم ترحمون. فكذبوه فأنجيناه والذين معه في الفلك وأغرقنا الذين كذبوا بآياتنا إنهم كانوا قوما عمين. وإلى عاد أخاهم هودا قال يا قوم اعبدوا الله ما لكم من إله غيره أفلا تتقون. قال الملأ الذين كفروا من قومه إنا لنراك في سفاهة وإنا لنظنك من الكاذبين. قال يا قوم ليس بي سفاهة ولكني رسول من رب العالمين. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 58 മുതൽ 67 വരെയുള്ള 10 ആയത്തുകളാണ് നമ്മൾ ഓതിയത്. 8-ാമത്തെ ജുസ്ഇൽ 158-ാമത്തെ പേജ്. ഉണങ്ങി വരണ്ട് നിർജീവമായി കിടക്കുന്ന ഭൂമിയെ മഴ വർഷിപ്പിച്ച് സസ്യലതാദികളും കായ്ക്കനികളും നിറച്ച് സജീവമാക്കിയ അള്ളാഹുവിന് മരിച്ച് മണ്ണടിഞ്ഞു പോയ ആളുകളെ ജീവിപ്പിക്കുക എന്നത് ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല എന്നാണ് കഴിഞ്ഞ പേജിൽ നമ്മൾ അവസാനമായി പറഞ്ഞത്. കാര്യം ഇങ്ങനെയാണെങ്കിലും മഴ തട്ടി എന്നതുകൊണ്ട് എല്ലാ ഭൂമിയും നന്നായി കൊള്ളണമെന്നില്ല, എല്ലാ ഭൂമിയിൽ നിന്നും നന്നായി വിളകൾ വന്നുകൊള്ളണമെന്നില്ല. പല പാഴ്ഭൂമികൾ അല്ലെങ്കിൽ ചില പാറക്കെട്ടുകൾ, ഇതിന് മേലൊക്കെ മഴ പെയ്താൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. നല്ല മണ്ണുള്ള അല്ലെങ്കിൽ നല്ല വളക്കൂറുള്ള നാട്ടിൽ മഴയും മറ്റുമൊക്കെ ലഭിക്കുമ്പോൾ വലിയ അധ്വാനമൊന്നും കൂടാതെ തന്നെ ഒരുപാട് വിള ലഭിക്കും. നേരെ മറിച്ച് അത് ചീത്ത മണ്ണാണെങ്കിൽ, വളക്കൂറില്ലാത്ത ഏരിയകളാണെങ്കിൽ അവിടെ മഴ കിട്ടിയെന്ന് വിചാരിച്ചിട്ടോ മറ്റോ വേണ്ടത്ര മെച്ചമുണ്ടാവൂല, നാമമാത്രമായ വിള അവിടുന്ന് കിട്ടുള്ളൂ. ഇതുപോലെയാണ് നല്ല മനുഷ്യരുടെയും മോശം മനുഷ്യരുടെയും ഉദാഹരണം എന്നാണ് അള്ളാഹു തആല ഇനിയുള്ള ആയത്തിൽ പറഞ്ഞു തരുന്നത്. നല്ല ചിന്തയുള്ളവരുടെയും മോശം ചിന്തയുള്ളവരുടെയും ഉദാഹരണം എന്താണത്? അവര്
ഖുർആനും മറ്റു നല്ല ഉപദേശങ്ങളൊക്കെ കേട്ടാൽ സത്യം സ്വീകരിക്കാനുള്ള നല്ല മനസ്സുള്ള, നല്ല വളക്കൂറുള്ള മനസ്സുള്ള മനുഷ്യരിൽ സൽക്കർമ്മങ്ങൾ എന്ന സസ്യങ്ങളും ഉൽപ്പന്നങ്ങളും നിഷ്പ്രയാസം നല്ലോണം പൊളച്ചു പൊങ്ങും, തഴച്ചു വളരും. എന്നാൽ അവരിൽ നിന്ന് നല്ല രൂപത്തിൽ സൽക്കർമ്മങ്ങൾ ഉണ്ടാകും. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയും. അതേസമയം മോശം മനുഷ്യർ അങ്ങനെയല്ല, ചീത്ത മനസ്സുള്ള മനുഷ്യർ അങ്ങനെയല്ല. അവർക്കൊന്നും എന്ത് തന്നെ കേട്ടാലും പ്രയോജനം ചെയ്യില്ല. പാറപ്പുറത്ത് മഴ പെയ്തിട്ട് പ്രയോജനം ചെയ്യാത്ത പോലെ, അല്ലെങ്കിൽ ഫലഭൂയിഷ്ടമല്ലാത്ത ഭൂമിയിൽ മഴ പെയ്തിട്ട് പ്രയോജനം ചെയ്യാത്ത പോലെ ദുഷിച്ച മനസ്സുള്ള മനുഷ്യർ അവർ എന്ത് തന്നെ കേട്ടാലും അവർക്കത് ഫലപ്രദമാകില്ല, ഉള്ളിലോട്ട് കടക്കുകയില്ല. മക്കയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന മുശ്രിക്കുകളുടെ ഏറ്റവും വലിയ ഉദാഹരണം, അവര് പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത് നേർക്ക് നേരെ അനുഭവിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടയിൽ അവിടുത്തെ കണ്ണുകൊണ്ട് കണ്ട് ജീവിച്ചവരാണവർ. എന്നിട്ടും അവരെന്താ ചെയ്തത്? ആ പരിശുദ്ധ ദീനിനെ, പരിശുദ്ധരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരസ്കരിക്കുകയാണ് ചെയ്തത്. ആയത്ത് നോക്കൂ, 58-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ കദാലിക നുസർരിഫുൽ ആയാതി ലിഖൗമിൻ യശ്കുറൂൻ. വൽ ബലദു ത്വയ്യിബു, നല്ല ഭൂമി, യഖ്റുജു നബാതുഹു, അതിലെ സസ്യലതാദികൾ നന്നായി പുറത്തുവരും, മുളച്ചു പുറത്തുവരും. ബിഇദ്നി റബ്ബിഹി, രക്ഷിതാവിന്റെ അനുമതിയോടുകൂടെ, അള്ളാഹുവിന്റെ റബ്ബിന്റെ അനുമതിയോടുകൂടെ നല്ല ഭൂമിയിൽ സസ്യലതാദികൾ നന്നായി മുളച്ചു വരും. യഖ്റുജു, നന്നായി പുറത്തു വരും. നബാതുഹു, അതിലെ സസ്യലതാദികൾ അള്ളാഹുവിന്റെ സമ്മതത്തോടുകൂടെ. നേരെ മറിച്ച് വല്ലദീ ഖബുസ, മോശമായ ഭൂമിയോ മോശമായ പ്രദേശമോ, ലാ യഖ്റുജു, അതിൽ നിന്ന് പുറത്തു വരികയില്ല, ഇല്ലാ നകിദൻ, മോശമായതല്ലാതെ എന്നാണ് അതിന്റെ ശരിയായ അർത്ഥം. ഉദ്ദേശം എന്താണ്? ചീത്ത ഭൂമിയാവട്ടെ അല്ലെങ്കിൽ ചീത്ത മണ്ണിൽ മുരടിച്ചേ സസ്യലതാദികൾ മുളക്കുകയുള്ളൂ. വളരെ പ്രയാസപ്പെട്ടല്ലാതെ മുരടിച്ച ഭൂമിയിൽ അല്ലെങ്കിൽ മോശമായ ഭൂമിയിൽ സസ്യലതാദികൾ പുറത്തു വരികയില്ല. അങ്ങനെ വളരെ പ്രയാസപ്പെട്ടേ അത് പുറത്തു വരികയാണെങ്കിൽ തന്നെ വരുള്ളൂ. ഉദ്ദേശിച്ച പോലെ ഗുണം ആ മണ്ണിൽ നിന്ന് കിട്ടൂല. അതാണ് വല്ലദീ ഖബൂസ. ഖബൂസ എന്ന് പറഞ്ഞാൽ ഖബീസ് എന്ന് പറഞ്ഞാൽ മോശമായതെന്നാണ് അർത്ഥം. വൽബലദു ത്വയ്യിബ്, ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ നല്ല. വല്ലദീ ഖബൂസ ലാ യഖ്റുജു ഇല്ലാ നകിദാ, എന്നാൽ ചീത്ത മണ്ണിൽ മുരടിച്ചേ സസ്യലതാദികൾ മുളക്കുകയുള്ളൂ. കദാലിക, ഇപ്രകാരം നുസർരിഫുൽ ആയാതി, നമ്മൾ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു. ലിഖൗമി യശ്കുറൂൻ, നന്ദി കാണിക്കുന്ന ആളുകൾക്ക് വേണ്ടി. ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ ശരിയായി ഉൾക്കൊള്ളുന്ന ആളുകൾ അവർ ശരിക്കും നന്ദി കാണിക്കുന്ന ആളുകളാവും. അങ്ങനെയാവാൻ വേണ്ടി ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അത്തരം ആളുകൾക്കാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് നന്ദിയുള്ളവരായി ജീവിക്കാൻ തയ്യാറാവുന്ന ആളുകൾക്ക്. ഇല്ല നക്കിദ, നക്കിദ എന്ന് പറഞ്ഞാൽ ഉശ്റൻ ബി മശക്ക എന്നാണ് അതിന്റെ അർത്ഥം. പ്രയാസത്തോടു കൂടി ആളുകൾ പുറത്തേക്ക് വരില്ല. അടുത്ത ആയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കേണ്ടതിന്റെ ആവശ്യകത വിവരിച്ചുകൊണ്ട് അള്ളാഹു തആല പലതും ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ സൂറയുടെ തുടക്കത്തിൽ മനുഷ്യോൽപത്തിയെക്കുറിച്ച്, ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഒക്കെ നമ്മൾ വിവരിച്ചു കഴിഞ്ഞു. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അനുഭവങ്ങളെക്കുറിച്ചും അതിനുശേഷം മഹാനവറുകളുടെ സന്താന പരമ്പരകൾ സ്വർഗനിവാസികളോ നരക നിവാസികളോ ആയിരിക്കുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. തൊട്ടുമുമ്പുള്ള 58-ാം ആയത്തിൽ സതുപദേശം സ്വീകരിക്കാൻ സന്നദ്ധരല്ലാത്ത ആളുകളെ ചീത്ത ഭൂമിയോട് ഉപമിച്ചുകൊണ്ട് അവർക്ക് അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ പ്രയോജനപ്പെടുകയില്ല എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി പല പ്രവാചകന്മാരുടെയും ചരിത്രം വിവരിച്ചുകൊണ്ട് ഇതുവരെ പറഞ്ഞതിനുള്ള തെളിവുകൾ ചൂണ്ടിക്കാണിക്കുകയാണ്. മുൻ സമുദായങ്ങളുടെയും അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ പറഞ്ഞു തരികയാണ് നമുക്ക്. എന്തിന്? ഇതുവരെ പറഞ്ഞ ഈ വസ്തുതകൾ മനസ്സിലാക്കി തരാൻ. നല്ല ആളുകൾ ഉപദേശം കേൾക്കും, അല്ലാത്തവർക്ക് എന്ത് കേട്ടിട്ടും കാര്യമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞ അതേപോലെ പിന്നെ അള്ളാഹുവിന്റെ തൗഹീദ്, അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ ആ റിസാലത്ത്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അതൊക്കെ ഇനി ശരിക്കും ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വിവരിച്ചു തരികയാണ് അള്ളാഹു തആല. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് വലിയ പാഠമുണ്ടല്ലോ. പ്രവാചകന്മാരെയും അവർ നൽകിയ പ്രബോധനങ്ങളെയും ധിക്കരിച്ച ജനതകൾ
ആ ധിക്കാരം കൊണ്ട് അവർക്ക് എന്തേ ഉണ്ടായത്, അതിന്റെ പരിണിതി എന്തായിരുന്നു, എന്ത് ശിക്ഷയാണ് അവർക്ക് കിട്ടിയത്, ഇതൊക്കെ നമ്മൾ പഠിക്കണം, കേൾക്കണം, പാഠം ഉൾക്കൊള്ളണം. ആദിമ മനുഷ്യൻ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പുത്രപരമ്പരയിൽ 10ാമനായി ജനിച്ച അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകനാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം. ലാമക് എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര്. ഉലുൽ അസ്മുകൾ എന്നറിയപ്പെടുന്ന പ്രമുഖരായ നല്ല മനക്കരുത്തുള്ള പ്രവാചകർ എന്നറിയപ്പെടുന്ന 5 പേരിൽ ഒരാളാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം. നോഹ എന്നാണ് ബൈബിളിൽ പരിചയപ്പെടുത്തുന്നത്. ഈ മഹാനായ പ്രവാചകന്റെ ചരിത്രം പരിശുദ്ധ ഖുർആൻ പലയിടത്തും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. നൂഹ് എന്നൊരു അധ്യായം തന്നെ പരിശുദ്ധ ഖുർആനിൽ കാണാവുന്നതാണ്. ആദം നബി അലൈഹി ഇസ്ലാമിന് ശേഷം അള്ളാഹു നിയോഗിച്ച ആദ്യത്തെ റസൂലാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം. ഇറാഖിലെ യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, അതായത് ഫുറാത്ത്, ദജ്ല, ഈ നദികൾക്കിടയിലാണ് ഫുറാത്തും ദിജ്ലയും, ഈ നദികൾക്കിടയിലാണ്, അതായത് മെസപ്പൊട്ടേമിയയിൽ മഹാനവറുകളും ജനങ്ങളും താമസിച്ചിരുന്നത്. മനുഷ്യ സംസ്കാരത്തിന്റെ ഏറ്റവും പുരാതനമായ കേന്ദ്രവും അത് തന്നെയായിരുന്നു. മനുഷ്യപിതാവായ ആദം നബി അലൈഹി ഇസ്ലാം ഭൂമിയിലെ താമസം തുടങ്ങുകയും മഹാനവറുകളിലൂടെ ഭൂമിയിൽ ആളുകൾ, അദ്ദേഹത്തിന്റെ മക്കൾ വ്യാപിക്കുകയും ചെയ്തതോടെ തന്നെ പിശാച് അവന്റെ പണി തുടങ്ങിയിരുന്നു. ഏതു പണി? സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ ആദം നബി അലൈഹി ഇസ്ലാമുള്ള കാരണക്കാരനെന്ന് വിശ്വസിച്ചതാവൻ. അപ്പൊ അവൻ പറഞ്ഞു, അള്ളാഹുവിനോട് നിന്റെ മക്കളെ ഒക്കെ ഞാൻ, ആദമിന്റെ സന്താനങ്ങൾ മുഴുവനും ഞാൻ പഴിപ്പിക്കുമെന്ന് അള്ളാഹുവിനോട് അവൻ പറഞ്ഞിരുന്നു. ആ പണി ആദം നബി അലൈഹി ഇസ്ലാം ഭൂമിയിലേക്ക് വന്നത് മുതൽ മക്കളിലും അവൻ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയിരുന്നു. സ്വർഗത്തിലെ അത് പ്രാവർത്തികമാക്കിയിരുന്നു. അങ്ങനെയാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ പുറത്തിയാടിച്ചത്. നമുക്കൊക്കെ അറിയാം, നമ്മൾ നേരത്തെ വിഷയം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പിശാച് ആളുകൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കാൻ തുടങ്ങി. മനുഷ്യന്റെ സഹജ സ്വഭാവമായ അസൂയ, കോപം, ദേഷ്യം, ദുരാഗ്രഹം, അഹങ്കാരം, ഇതൊക്കെ മുതലെടുത്ത് പരസ്പരം തല്ലുകൂടിക്കാനും ചണ്ട കൂടിക്കാനും പിശാച് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പുത്രനായ ഖാബീൽ മറ്റൊരു പുത്രനായ ഹാബീലിനെ കൊന്നതോടെ ഈ ഭൂമി ലോകം മനുഷ്യക്കുരുതിക്കും സാക്ഷിയായി. പിന്നീട് ഇവരുടെയൊക്കെ മക്കൾ, ഖാബീലിനൊക്കെ മക്കൾ, അനുയായികൾ, മറ്റുള്ള ആളുകളൊക്കെ വ്യാപിച്ചു പലയിടത്തും, എല്ലാ സ്ഥലത്തും അരുതായ്മ സംഭവിച്ചുകൊണ്ടിരുന്നു. കർമ്മരംഗത്തും വിശ്വാസരംഗത്തും ഒക്കെ അള്ളാഹുവിനെ കൂടാതെ മറ്റു പലതിനെയും അവർ ആരാധിക്കാൻ തുടങ്ങി, പൂജിക്കാൻ തുടങ്ങി. അത് ഈ ജനതയാണ് ആദ്യം ശിർക്ക് തുടങ്ങിയത് എന്നാണ്. അതുവരെ എല്ലാവരും ഏകദൈവ വിശ്വാസികളായിരുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഈ ഖൗമാണ് ശിർക്ക് ലോകത്ത് ആദ്യമായി തുടങ്ങിയത്. പിശാചിന്റെ കണിയിൽപ്പെട്ട് മരണപ്പെട്ടു പോയ മഹാത്മാക്കളുടെ സ്മരണയ്ക്ക് വേണ്ടി ആദ്യം അവരുടെ പ്രതിമകൾ ഉണ്ടാക്കി. ഇബ്ലീസിന്റെ നിർദ്ദേശപ്രകാരം ഇബ്ലീസ് പറഞ്ഞു, വലിയ വലിയ ആൾക്കാരില്ലേ, അവരെപ്പോഴും നിങ്ങൾക്ക് ഓർക്കണ്ടേ, കാണണ്ടേ, നിങ്ങൾ അവരെ പ്രതിമ ഉണ്ടാക്കിക്കോളൂ, നിങ്ങൾക്ക് അവരെപ്പോഴും കണ്ടുകൊണ്ടിരിക്കാലോ. ആദ്യം ഇതായിരുന്നു ഉദ്ദേശം. പക്ഷേ ക്രമേണ ആ തലമുറ കഴിഞ്ഞതോടുകൂടി അടുത്ത തലമുറ ആരാധിക്കാനും, ചുരുക്കി പറഞ്ഞാൽ വിഗ്രഹാരാധന സമൂഹത്തിൽ നടപ്പിലാവുകയും ചെയ്തു. അങ്ങനെ ശിർക്ക് തുടർന്നുകൊണ്ടിരുന്നപ്പോഴാണ് അള്ളാഹു തആല നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ ആ സമുദായത്തിലേക്ക് പ്രവാചകനായി നിയോഗിക്കുന്നത്. നൂഹ് നബി അലൈഹി ഇസ്ലാം അവർ ഉപദേശിച്ചു, നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, മറ്റു വസ്തുക്കളെയും ദൈവങ്ങളാക്കി വെക്കരുത്. ഈ മുന്നറിയിപ്പ് നിങ്ങൾ നിരാകരിച്ചാൽ നിങ്ങൾക്ക് ശക്തമായ ശിക്ഷ വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മഹാനവറുകൾ വളരെ പങ്ക്ച്വലായി, വളരെ കൃത്യമായി, കൃത്യനിഷ്ഠമായി ദീർഘകാലം തന്റെ ദൗത്യം നിർവഹിച്ചു. 950 വർഷക്കാലം പ്രബോധനം ചെയ്തിട്ടും വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് മഹാനവറുകൾ കൂടെ ആ ദീൻ സ്വീകരിച്ചത്. ധിക്കാരമായിരുന്നു ആ ജനതയുടെ മറുപടി. അങ്ങനെ അവസാനം സഹികെട്ടതോടുകൂടി ഇനി ഒരിക്കലും ഇവർ നന്നാവുകയില്ല എന്നുള്ള അറിയിപ്പ് കിട്ടിയതോടുകൂടി മഹാനവറുകൾ ആ സമുദായത്തിനെതിരെ ദുആ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് കപ്പൽ പണിയാണ് അല്ലാഹു തആല നിർദ്ദേശിക്കുന്നത്. ഒരുപാട് കാലം പ്രബോധനം തുടർന്നിട്ടും സത്യം സ്വീകരിക്കാൻ സന്നദ്ധരാകാത്ത ആ ജനതയ്ക്കെതിരെ അല്ലാഹു തആല ശിക്ഷയാക്കാൻ പുറപ്പെടുകയാണ്. ഒരു കപ്പൽ ഉണ്ടാക്കാൻ നിർദ്ദേശം കൊടുത്തു. നൂഹ് നബി അലൈഹി ഇസ്ലാം കപ്പൽ പണി തുടങ്ങി. അള്ളാഹുവിന്റെ മേൽനോട്ടത്തിൽ, അള്ളാഹുവിന്റെ വഹയനുസരിച്ച്, നിർദ്ദേശമനുസരിച്ച് കപ്പലിന്റെ പണി പുരോഗമിക്കുകയാണ്. ആ കപ്പൽ ഉണ്ടാക്കുമ്പോഴും ആളുകൾ കളിയാക്കും. എന്താ ഭ്രാന്ത് പിടിച്ചോ, ഈ മരുഭൂമിയിലെ കപ്പലോട് അവിടെ കടലുള്ളത്, ഇവിടെയാണ് തടാകമുള്ളത്, ഇവിടെയാണ് നിങ്ങൾ കപ്പൽ ഓടിക്കുന്നത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെയും കൂടെയുള്ള ആളുകളെയും വല്ലാതെ പരിഹസിച്ചു. എല്ലാം ക്ഷമിച്ചു അവർ. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ പണി പുരോഗമിക്കുകയാണ്. നല്ല നല്ല ഐറ്റം മരപ്പലകകൾ,
അതേപോലെ തന്നെ സഹായികൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. 3 തട്ടുകളായാണ് കപ്പലിന് നിർമ്മാണം നടന്നത്. മുകളിലെ തട്ടിൽ മനുഷ്യർ, താഴെ പക്ഷിമൃഗാദികൾ, അതേപോലെ തന്നെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഇണകൾ, ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തായിരുന്നു തട്ടുകൾ നിർമ്മിച്ചിരുന്നത്. അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത് വീണ്ടും വീണ്ടും നൽകിയിട്ടും അവരത് അവഗണിച്ചു. കപ്പലുണ്ടാക്കുന്നത് കണ്ട് കളിയാക്കുമ്പോഴും നൂഹ് നബി അലൈഹി സ്വലാം അവരെ ഉപദേശിച്ചു നോക്കി, കളിയാക്കണ്ട, നിങ്ങൾക്ക് ശിക്ഷ വരാനുള്ള പുറപ്പാടാണ്. പക്ഷെ അവരത് തള്ളി. ഇനിയാണ് മഹാപ്രളയം സംഭവിക്കുന്നത്. അള്ളാഹു അവരെ നശിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. മഹാപ്രളയത്തിന് തയ്യാറെടുക്കാനുള്ള അവസാനത്തെ മുന്നറിയിപ്പ് വന്നു. അടുപ്പുകളിൽ നിന്ന് വെള്ളം ഉറപൊട്ടിയാൽ കപ്പലിൽ കയറണമെന്നായിരുന്നു അള്ളാഹുവിന്റെ കൽപ്പന. അങ്ങനെ ഉറവ പൊട്ടി, അതിന് പിന്നാലെ ശക്തമായ മഴയും തുടങ്ങി. ആദ്യമൊക്കെ ആ മഴ അവർ ആസ്വദിച്ചു. പക്ഷേ തോരാത്ത മഴയായി. പിന്നെ നൂഹ് നബി അലൈഹി സ്വലാമും വിശ്വാസികളും എല്ലാ ജീവികളിൽ നിന്നുള്ള 2 ഇണകളും കപ്പലിൽ കയറി യാത്ര തുടങ്ങി. പതിയെ ആ മഴ വലിയൊരു ജലപ്രളയത്തിന് വഴിമാറി. കപ്പലിൽ കയറിയ വിശ്വാസികളും ജീവികളും അല്ലാത്ത എല്ലാവരും നശിച്ചുപോയി. മലമുകളിലും മരത്തിന് മുകളിലും അഭയം തേടിയ ആളുകൾക്ക് പോലും അഭയമുണ്ടായില്ല. അവർ പോലും രക്ഷപ്പെട്ടില്ല. അങ്ങനെ എല്ലാവരും നശിച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹു തആല മഴയോട് ശമിക്കാൻ വേണ്ടി കൽപ്പന കൊടുത്തു. മഴ മെല്ലെ മെല്ലെ നിന്ന് തുടങ്ങുകയും ചെയ്തു. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മകൻ വരെ അതിൽ മരണപ്പെട്ടിരുന്നു. ഇന്നത്തെ അർമീനിയയിലെ അറാർത്ത് പ്രദേശത്തെ ഒരു മലയാണ് ജൂതി എന്ന് പറയുന്ന പർവ്വതം, ജൂതി പർവ്വതം. അവിടെയാണ് കപ്പൽ നങ്കൂരമിട്ടത്. അവിടെ നിന്നും കപ്പലിന്റെ അവശിഷ്ടങ്ങൾ എന്ന് കരുതുന്ന ചില വസ്തുക്കളൊക്കെ പിന്നീട് കണ്ടെടുക്കാൻ കഴിഞ്ഞതായി പറയപ്പെടുന്നു. 950 വർഷക്കാലം അവസരമുണ്ടായിട്ടും സത്യത്തിനോട് അടുക്കാത്തൊരു ജനവിഭാഗത്തിന് അള്ളാഹു തആല ഇറക്കിയ ശിക്ഷയായിരുന്നു ആ പ്രളയം, തൂഫാൻ എന്ന് പറയുന്ന മഹാപ്രളയം. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ പിൻതലമുറക്കാരാണ് പിന്നീട് ലോകത്ത് വന്ന ആളുകൾ മുഴുവൻ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പുത്രന്മാരായ ഷാം, ഹാം, യാഫത്ത് എന്നിവരുടെ താവഴിയിൽ വന്നവരാണ് പിന്നീട് ലോകത്തുണ്ടായ മുഴുവൻ ആളുകൾ. ഏതായാലും ആ മഹാപ്രളയത്തിലൂടെ വലിയൊരു ശുദ്ധികലശം തന്നെയാണ് അല്ലാഹു തആല നടത്തിയത്. ധിക്കാരികളായ അഹങ്കാരികളായ ആളുകളുടെ അഹങ്കാരങ്ങളും ധിക്കാറും കടപുഴകി അവർ ഒന്നായിട്ട് നശിച്ചുപോയി. സത്യവിശ്വാസികൾ മാത്രം ബാക്കിയായി. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ആയത്തുകൾ പഠിക്കാം. 59ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി വഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അളീം. ലഖദ് അർസൽനാ, നിശ്ചയമായും നമ്മൾ നിയോഗിക്കുക തന്നെ ചെയ്തു നൂഹ് എന്നവരെ ഇലാ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നമ്മൾ പ്രവാചകനായി നിയോഗിച്ചു. അദ്ദേഹം ചെന്ന് പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങി. ഫഖാല, അങ്ങനെ അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എന്റെ സമൂഹമേ, ഉഅ്ബുദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണേ. മാലക്കും, നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ, ഒരു ആരാധ്യനുമില്ല, ഗൈറുഹു, അല്ലാഹു അല്ലാതെ. ഇന്നി, നിശ്ചയമായും ഞാൻ, അഖാഫു, പേടിക്കുന്നു, അലൈക്കും, നിങ്ങളുടെ മേൽ, അദാബ യൗമിൻ അളീം, ഭീകരമായ ഒരു ദിവസത്തെ ശിക്ഷ നിങ്ങൾക്ക് വരുമെന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് പേടിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് നിർത്തണം, ശിർക്ക് നിർത്തണം. നിങ്ങൾ അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യൻ നിങ്ങൾക്കില്ല, നിങ്ങളെല്ലാവരും അല്ലാഹുവിനെ ആരാധിക്കണം എന്ന് അദ്ദേഹം ആ ജനതയോട് പറയുകയും ചെയ്തു. നൂഹ് നബി അലൈഹി സ്വലാം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ആയുസ് കിട്ടിയ മഹാനാണ്. ഷെയ്ഖുൽ അംബിയ എന്ന പേരിലാണ് മഹാനവർ അറിയപ്പെടുക. നബിമാരുടെ കാരണവർ എന്നർത്ഥത്തിൽ അല്ലേ? ആ നീണ്ട ചരിത്രത്തിന്റെ സംക്ഷിപ്ത രൂപമാണ് അല്ലാഹു തആല ഇവിടെ ആയത്തുകളിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത്. 60ാമത്തെ ആയത്ത് നോക്കൂ. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഉപദേശം അവർക്ക് പിടിച്ചില്ല. സത്യനിഷേധികൾക്ക് അത് പിടിച്ചില്ല. ഏത് സത്യനിഷേധിയും ഏത് കാലവും വെച്ചു പുലർത്തുന്ന നയവും അത് തന്നെയാണ്. ബഹുദൈവ വിശ്വാസത്തിനെതിരെ, ബിംബാരാധനയുടെ അർത്ഥശൂന്യതയ്ക്കെതിരെ എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്താലും, ബഹുദൈവ വിശ്വാസത്തിന്റെ കാര്യങ്ങളും അതേപോലെ തന്നെ ബിംബാരാധനയുടെ അർത്ഥശൂന്യതയും അവർക്ക് എത്ര വിവരിച്ചു കൊടുത്താലും അവർ ശ്രദ്ധിക്കുകയില്ല. അവരുടെ മുൻധാരണകൾ മാറ്റാൻ അവർ തയ്യാറേ അല്ല. അവരെന്താ പറയാ, ഇതാണ് നല്ല വഴി, ഞങ്ങളെ മുമ്പുള്ള ആളുകൾ ഇങ്ങനെ ചെയ്തിരുന്നത്, ഞങ്ങളാണ് നല്ല വഴിയുള്ള ആളുകൾ, നീയാണ് പഴച്ചത് എന്നാണ് അവർ നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞിരുന്നത്. അത് ഏത് സമൂഹത്തിലും അങ്ങനെ പറയാൻ മുന്നിലുണ്ടാവുക ആ നാട്ടിലെ പ്രമാണിമാരായിരിക്കും അല്ലെ? ഏത് കുഴപ്പത്തിനും അല്ലെങ്കിൽ പിന്നെ കത്തറകൾക്കും ഇത്തരം കാര്യങ്ങളൊക്കെ നേതൃത്വം കൊടുക്കാൻ ഒരു സമൂഹത്തിലെ പ്രമാണിമാരും നേതാക്കളുമാണ് ഉണ്ടാവുക. നൂഹ് നബി അലൈഹി ഇസ്ലാം സമുദായത്തിലും അങ്ങനെ തന്നെയായിരുന്നു.
അവരവരുടേതായ ഭൗതിക താല്പര്യങ്ങൾ, സ്വന്തം താല്പര്യങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്നു തോന്നുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊന്നും അവർ കൂട്ടുകൂല, അതിനൊക്കെ എതിർക്കും. നോക്കൂ അവർ പറഞ്ഞത് 60-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൽ മലഉ മിൻ ഖൗമിഹി ഇന്നാ ലനറാക ഫീ ളലാലിൻ മുബീൻ. ഖാലൽ മലഉ നേതാക്കൾ പറഞ്ഞു, മിൻ ഖൗമിഹി നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഖൗമിൽപ്പെട്ട നേതാക്കൾ പറഞ്ഞു, ഇന്നാ നിശ്ചയം ഞങ്ങൾ, ലനറാക നിങ്ങളെ ഞങ്ങൾ കാണുന്നു, നിന്നെ ഞങ്ങൾ കാണുന്നു, ഫീ ളലാലിൻ മുബീൻ വ്യക്തമായ ദുർമാർഗത്തിലായി. അപ്പൊ നീയാണ് വ്യക്തമായ ദുർമാർഗത്തിൽ, ഞങ്ങളല്ല. അങ്ങനെയാണ് അവർ മറുപടി പറഞ്ഞത്. നൂഹ് നബി അലൈഹി സ്വലാം സത്യപ്രബോധനം തുടങ്ങിയപ്പോ മറുപടി പറഞ്ഞത് ആ സമൂഹത്തിലെ മലഅ് ആയിരുന്നു. മലഅ് എന്ന് പറഞ്ഞാൽ ഉന്നതരും ശ്രേഷ്ഠരും. എന്നും പ്രവാചകന്മാരെ ധിക്കരിക്കാൻ മുൻപന്തിരുണ്ടായിരുന്നത് ഇവർ തന്നെയാണ്. അധികാരമോഹമാണ് അവർക്ക്, അല്ലെങ്കിൽ ഭൗതിക പ്രഭമാണ് അവർക്ക്. അവരുടെ ഹൃദയങ്ങൾ അത്തരം താല്പര്യങ്ങളിൽ ആസക്തമാണ്. അതുകൊണ്ടാണ് അവർ ഇതിന് മെനക്കെടുന്നത്. അടുത്ത ആഴ്ച നോക്കൂ, 61 മുതൽ 63 വരെ ആയത്തുകൾ. സത്യനിഷേധികളുടെ ഈ ജൽപ്പനം കേട്ട നൂഹ് നബി അലൈഹി സ്വലാം എന്താണ് മറുപടി പറഞ്ഞതെന്നറിയോ? അതാണ് ഇനി പറയുന്നത്. ഞാൻ വഴിതെറ്റി എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. കാരണം അള്ളാഹു നൽകിയ സന്ദേശമാണ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. അള്ളാഹു എന്നോട് പറയുന്നതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ്. നിങ്ങൾക്ക് ലഭിക്കാത്ത പല അറിവുകളും എനിക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ നന്മ കരുതി മാത്രമാണ് ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. നിങ്ങൾ എന്നെ അംഗീകരിക്കണം. ഞാൻ ഒരിക്കലും വഴിതെറ്റിപ്പോയിട്ടില്ല. പരിശുദ്ധ ദീനിനെ കുറിച്ചുള്ള ഒരു യാഥാർത്ഥ്യം മഹാനവറുകൾ ചൂണ്ടിക്കാണിച്ചതാണ്. എല്ലാ പ്രവാചകന്മാർക്കും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ബുദ്ധി, ആ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും കാര്യങ്ങൾ എത്തിപ്പിടിക്കുന്നതിനും ചില നിയന്ത്രണങ്ങളുണ്ട്, ചില പരിധികളുണ്ട്. അതിനപ്പുറം അത് പോകില്ല. അതിനപ്പുറം ബുദ്ധിക്ക് പോകാൻ കഴിയില്ല. പല കാര്യങ്ങളും പ്രവാചകന്മാർ അറിയുന്നത് സർവജ്ഞനായ അള്ളാഹുവിന്റെ സന്ദേശം മുഖേനയാണ്. അതിനപ്പുറത്തുള്ളത് ഒരിക്കലും അവർക്ക് പറയാൻ കഴിയില്ല, മനസ്സിലാക്കാൻ കഴിയില്ല. അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ട് വഹി മുഖേന കിട്ടിയിട്ടാണ് അവർ പറയുന്നത്. അതിനാണ് വഹി എന്ന് പറയുക, ദിവ്യ സന്ദേശം എന്ന് പറയുന്നത്. ഞങ്ങൾ സംസാരിക്കുന്നത് വഹി മൂലമാണ്, വഹി കൊണ്ടാണ്, വഹി അനുസരിച്ചാണ് എന്ന് എല്ലാ പ്രവാചകന്മാരും പറയാറുണ്ട്. അതാണ് നൂഹ് നബി അലൈഹി സ്വലാമും പറയുന്നത്. പിന്നെ അവരെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ഇതുവരെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാള്, അയാൾക്ക് ഇപ്പൊ നുബുവത്ത് കിട്ടിയ പ്രവാചകത്വം, അയാളെന്റെ പ്രവാചകനായി നിയോഗിച്ചത്, അതിന് അസൂയ തോന്നി അവർക്ക്. ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഞങ്ങളെ പോലുള്ള ഒരാളെ തന്നെ, അയാൾ തന്നെ ഞങ്ങളെ ഒന്ന് ഉപദേശിക്കാൻ പുറപ്പെട്ടത് പ്രവാചകനാണെന്ന് പറഞ്ഞത് അസൂയ തോന്നി. അങ്ങനെയാണ് അവർ അത് നിഷേധിച്ചത്. അത് എല്ലാ പ്രവാചകന്മാരോടും അവരവരുടെ ഖൗമ സ്വീകരിക്കുന്ന നയം അത് തന്നെയാണ്. നോക്കൂ, 61-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال يا قوم ليس بي ضلالة ولكني رسول من رب العالمين. قال നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, യാ ഖൗമി, എന്റെ സമൂഹമേ, എന്റെ ജനതയെ, ലൈസ ബി ളലാല, എന്നിലൊട്ടും ദുർമാർഗമില്ല. ലൈസ ബി, എന്നിലില്ല, ളലാലത്തിന് ഒരു ദുർമാർഗം എന്നിലില്ല. വലാകിന്നി, പക്ഷെ ഞാൻ, റസൂലുൻ, ദൂതനാണ്, മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ദൂതനാണ് ഞാൻ. ഈ പ്രയോഗം ശ്രദ്ധേയമാണ്. ഇന്നി റസൂലുൻ, ലൈസ ബി ളലാലത്ത് എന്ന പ്രയോഗം. ലൈസ ബി ളലാല, സാധാരണഗതിയിൽ ഞാൻ ദുർമാർഗിയല്ല എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ദുർമാർഗത്തിന്റെ കണിക പോലും എന്നെ തീണ്ടിയിട്ടില്ല എന്ന അർത്ഥം വരാനാണ് ഈ ശൈലി സ്വീകരിച്ചത്. ലൈസ ബി ളലാല, ഒരു ദുർമാർഗവും എന്റെ പക്കലില്ല, ലവലേശം പോലും ഞാൻ വഴിപഴച്ചിട്ടില്ല എന്നർത്ഥം. 62 നോക്കൂ. ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി വഅൻസഹു ലക്കും ഫഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. ഉബല്ലിഗുക്കും, ഞാനിതാ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു, റിസാലാത്തി റബ്ബി, എന്റെ റബ്ബിന്റെ സന്ദേശങ്ങൾ. അതാണ് ഞാൻ ചെയ്യുന്നത്. എന്റെ റബ്ബിന്റെ റിസാലത്തുകൾ, സന്ദേശങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരുകയാണ് ഞാൻ. വഅൻസഹു ലക്കും, ഞാൻ നിങ്ങൾക്ക് നന്മ ഉദ്ദേശിക്കുന്ന ആളാണ്. നിങ്ങളോട് ഞാൻ ഗുണകാംക്ഷ പുലർത്തുകയും ചെയ്യുന്ന ആളാണ്. നാസിഹ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷ. വഅൻസഹു ലക്കും, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷ, നിങ്ങൾക്ക് നല്ലത് തരണമെന്ന് ആഗ്രഹിക്കുന്നു. വഅലമു, ഞാൻ അറിയുകയും ചെയ്യുന്നു, മിനല്ലാഹി, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന്, മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത പലതും. ഇതാണ് സത്യത്തിൽ ഞാൻ ചെയ്യുന്നത്, ഇതാണ് സംഭവിക്കുന്നത്, അല്ലാതെ എന്നിൽ ഒരു വലാലത്തുമില്ല.
63 നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവഅജിബ്തും അൻ ജാഅകും ദിക്റും മിർ റബ്ബികും അലാ റജുലിൻ മിൻകും ലിയുൻദിറകും വലിതത്തഖൂ വലഅല്ലകും തുർഹമൂൻ. അവഅജിബ്തും, നിങ്ങൾ ആശ്ചര്യപ്പെടുകയാണോ, നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ, അൻ ജാഅകും, നിങ്ങൾക്ക് വന്നു കിട്ടിയതിൽ, ദിക്റും മിർ റബ്ബികും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഉത്ബോധനം, അലാ റജുലിൻ മിൻകും, നിങ്ങളിൽപ്പെട്ട ഒരാൾ മുഖേന, നിങ്ങളിൽ തന്നെ പെട്ട ഒരാൾ മുഖേന നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഉത്ബോധനം വന്നു കിട്ടിയതിൽ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? ഇതെന്താ അത്ര അത്ഭുതപ്പെടാനുള്ളത്? എന്തിനാണ് അങ്ങനെ നിങ്ങളിൽപ്പെട്ട ആൾ മുഖേന റബ്ബ് ഉത്ബോധനം തന്നത്? ലിയുൻദിറക്കും, നിങ്ങളെ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി, നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി, വലിതത്തഖൂ, നിങ്ങൾ മുത്തഖീങ്ങളാവാൻ വേണ്ടിയും, വലഅല്ലകും തുർഹമൂൻ, അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നിങ്ങൾ പാത്രീഭൂതരാവാൻ വേണ്ടിയുമാണ് ആ സന്ദേശം നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളിൽപ്പെട്ട ഒരാളോട് വന്നു കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടാനും, നിങ്ങൾ മുത്തഖീങ്ങളാവാനും, നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനും, നിങ്ങളിൽപ്പെട്ട ഒരാൾ മുഖേന റബ്ബിൽ നിന്നുള്ള ഉത്ബോധനം നിങ്ങൾക്ക് വന്നു കിട്ടിയത്, ആ കാര്യത്തിലാണ് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നത്. നിങ്ങളിൽപ്പെട്ട ഒരാൾക്ക് ഈ റിസാലത്ത് കൊടുത്തു, അല്ലെങ്കിൽ പ്രവാചകത്വം കൊടുത്തു എന്നതാണ് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നത്. അതാണ് പോലെ പറഞ്ഞത്, ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഞങ്ങൾ ഉപദേശിക്കാൻ വരും, അതിനാരാ അധികാരം കൊടുത്തത്? എന്താ ഇപ്പൊ ഉപ്പറ റസൂലാക്കാൻ കാരണം ഞങ്ങൾ റസൂലായിക്കൂടെ? ഇതൊക്കെയാണ് അവർ ചിന്താഗതി. അതാണ് ചോദിക്കുന്നത്. അവഅജിബ്തും, നിങ്ങൾ അത് അങ്ങനെ നിങ്ങളിൽപ്പെട്ട ഒരാൾ അലാ റജുലിൻ മിൻകും, ഇതുമായി വന്നപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? അടുത്ത ആയത്ത് നോക്കുക, 64-ാമത്തെ ആയത്ത്. ഏതായാലും അങ്ങനെ അവർ നിഷേധം തുടരുക തന്നെയാണ് ചെയ്തത്. എന്ത് പറഞ്ഞിട്ടും അവർ സത്യം ഉൾക്കൊള്ളാൻ തയ്യാറായി. അപ്പൊ എന്താ സംഭവിച്ചത്? അതാണ് ഇനി പറയുന്നത്. അള്ളാഹുവിന്റെ ശിക്ഷ വരികയാണ്. വലിയ വെള്ളപ്പൊക്കം, നേരത്തെ പറഞ്ഞതുപോലെ തൂഫാൻ. അതിൽ അള്ളാഹു അവരെ മുക്കി നശിപ്പിച്ചു. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെയും കൂടെയുള്ള സത്യവിശ്വാസികളെയും അള്ളാഹു തആല രക്ഷപ്പെടുത്തുകയും ചെയ്തു. ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فكذبوه فأنجيناه والذين معه في الفلك وأغرقنا الذين كذبوا بآياتنا إنهم كانوا قوما عمين. فكذبوه, അപ്പോൾ അങ്ങനെ ആ ജനത നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ നിഷേധിച്ചു. അപ്പോഴെന്താ സംഭവിച്ചത്? ശിക്ഷിച്ചു. അതവിടെ വ്യക്തമായി പറഞ്ഞിട്ടില്ല, പക്ഷെ അതിനുശേഷം പറയുന്നുണ്ട്. അവർ നിഷേധിച്ചപ്പോ ഫഅൻജയ്നാഹു, നമ്മൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ രക്ഷപ്പെടുത്തി. വല്ലദീന മഅഹു, അദ്ദേഹത്തോട് കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും നമ്മൾ രക്ഷപ്പെടുത്തി. ഫുൽക്കി, കപ്പലിൽ. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെയും കൂടെയുള്ളവരെയും കപ്പലിൽ നമ്മൾ രക്ഷപ്പെടുത്തി. ഫുൽക്ക് എന്ന് പറഞ്ഞാൽ കപ്പൽ. വഗറഖനല്ലദീന കസ്സബൂ ബിആയാതിന, നമ്മുടെ ആയാത്തുകൾ നിഷേധിച്ച ആളുകൾ നമ്മൾ മുക്കിക്കൊല്ലുകയും ചെയ്തു. വഗറഖന എന്ന് പറഞ്ഞാൽ മുക്കിക്കൊണ്ടു. വഗറഖന, നമ്മൾ മുക്കിക്കൊല്ലുകയും ചെയ്തു. അല്ലദീന കസ്സബൂ ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചവരെ. ഇന്നഹും, നിശ്ചയമായും അവർ, കാനൂ ഖൗമൻ അമീൻ, അന്ധരായ ജനത തന്നെയായിരുന്നു. അന്ധരായ ജനത തന്നെയായിരുന്നു. ഈ ജലപ്രളയത്തെക്കുറിച്ചുള്ള വിശദീകരണം ഇനി ഇൻഷാ അള്ളാഹ് വരുന്നുണ്ട്. പിന്നീട് നമുക്ക് വിശദമായി പറയാം. സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഒക്കെ നിർണായകമായ വിവേചനം അടങ്ങുന്ന, അല്ലെങ്കിൽ നിർണായകമായ വിവേചനമാണ് അന്നത്തെ ദിവസം നടന്നത്. ഇൻഷാ അള്ളാഹ് ഇനിയുള്ള സൂറകളിലേക്ക് വിശദമായി വരുന്നുണ്ട്, നമുക്ക് അവിടെ വിശദമായി പഠിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനായ കൻആൻ പോലും ആ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. അവൻ കാഫിറായിരുന്നു, സത്യനിഷേധികളുടെ പക്ഷത്തായിരുന്നു. ഈ ആയത്തിന്റെ അവസാനം നോക്കൂ. ഇന്നഹും കാനൂ ഖൗമൻ അമീൻ, അവര് അന്ധരായ ജനതയായിരുന്നു എന്ന്. സത്യത്തിൽ ഇത് കണ്ണിന് കാഴ്ചയില്ല എന്നല്ല പറഞ്ഞിട്ട്, അകക്കണ്ണിന് കാഴ്ചയില്ല എന്നാണ്. ഖൽബ്, മനസ്സ് എന്ന അകക്കണ്ണിന് കാഴ്ചയില്ല. സത്യം കാണാത്തവരാണവർ, അല്ലാതെ കണ്ണ് കാണാത്ത അന്ധന്മാരെന്നല്ല. തൗഹീദ്, പ്രവാചകത്വം, പരലോകം ഇതൊക്കെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ അവരുടെ ഹൃദയങ്ങൾക്ക് അന്ധത ബാധിച്ചിരുന്നു എന്നാണ് ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഈ ആയത്തിനെ തഫ്സീർ ചെയ്തത്. വ്യക്തമായ ദൃഷ്ടാന്തം മുന്നിലുണ്ടായിരുന്നിട്ടും പരമയാഥാർത്ഥ്യം മനസ്സിലാക്കാതിരിക്കത്തക്കവണ്ണം ഉൾക്കാഴ്ച നശിച്ചുപോയ ആളുകളായിരുന്നു അവർ. അതാണ് അവർ മുഖ്യ നശിപ്പിക്കപ്പെടാൻ കാരണവും ആയത്. സൂറത്ത് ഹജ്ജിൽ ഇതേപോലെ അല്ലാഹു തആല പ്രയോഗിച്ചിട്ടുണ്ട്. 46-ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫി സുദൂർ. കാര്യം കാഴ്ചകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, ശരിക്ക് ഖൽബിലുള്ള, അവരുടെ നെഞ്ചകത്തുള്ള ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുക എന്ന ഉദ്ദേശം സൂറത്ത് ഹജ്ജിൽ 46-ൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
അടുത്ത ആയത്ത് നോക്കാം, 65-ാമത്തെ ആയത്ത്. ഇനി പറയുന്നത് മറ്റൊരു ചരിത്രമാണ്. നൂഹ് നബി അലൈഹി സ്വലാം ചരിത്രം സംക്ഷിപ്തമായാണ് ഇവിടെ പറയുന്നത്, വിശദീകരിച്ച് പിന്നീട് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഉറപ്പടിക്കാം. ഇനി പറയാൻ പോകുന്നത് ആദ് സമൂഹത്തിന്റെ ചരിത്രമാണ്. ഏകദേശം 7000 വർഷങ്ങൾക്ക് മുമ്പ് നിലവിലുണ്ടായിരുന്ന ഒരു സമൂഹം. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ജനത വെള്ളപ്പൊക്കത്തിൽ നശിച്ച ശേഷം വന്ന സമുദായമാണ് ആദ്. അവര് വളരെ പുരോഗതി പ്രാപിച്ച ഡെവലപ്ഡ് ആയ ഒരു സമൂഹമായിരുന്നു എന്നാണ്. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കൂടെ കപ്പലിൽ രക്ഷപ്പെട്ട ആളുകളുടെ പിൻതലമുറക്കാരാണ്. അങ്ങനെ അവർ വളർന്നു പന്തിരിച്ച ആളുകളാണ് ആദ് സമൂഹം. പ്രളയത്തിന് ശേഷം ഒരുപാട് കാലം കഴിഞ്ഞു. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മരണശേഷം തൗഹീദ് അടിയറച്ചു നിന്ന ആ ജനതയുടെ പിന്മുറക്കാർ ഭൂമിയിൽ വ്യാപിക്കാൻ തുടങ്ങി. കാലക്രമേണ വീണ്ടും പിശാചിന്റെ കെണിയിൽപ്പെട്ട് അവർ അള്ളാഹുവിനെ മറക്കുകയും സൃഷ്ടികളെ, ബിംബങ്ങളെ, വിഗ്രഹങ്ങളെ പൂജിക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ബഹുദൈവാരാധന വ്യാപകമായപ്പോഴാണ് അല്ലാഹു തആല ആദിലേക്ക് പ്രവാചകനെ നിയോഗിക്കുന്നത്. പ്രളയത്തിന് ശേഷം വിഗ്രഹാരാധന കൊണ്ടു നടന്ന ആദ്യത്തെ സമൂഹമാണ് ആദ് സമൂഹം. ഇന്നത്തെ ഒമാനിലെ സലാലയിൽ നിന്നും 150 കിലോമീറ്റർ അകലെ അഹ്ഖാഫ് എന്നൊരു പ്രദേശത്താണ് ആ സമുദായം ജീവിച്ചിരുന്നത്. ഇന്ന് ആ പ്രദേശത്തിന്റെ പേര് ഉബാർ എന്നാണ്. ആദ് സമുദായത്തെ പറ്റി അറബികൾക്ക് നന്നായി അറിയാമായിരുന്നു. ഈ സമുദായത്തിലേക്കാണ് അവരിൽപ്പെട്ട ഒരാളെ അല്ലാഹു തആല ദൈവദൂതനായി നിയോഗിച്ചത്. അതായത് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം. മഹാനവറുകളുടെ ത്യാഗപൂർണമായ ജീവിതം പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. മഹാനവറുകളുടെ പേരിൽ അധ്യായം തന്നെ ഹൂദ് എന്ന പേരിൽ സൂറത്ത് തന്നെ പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. നാഗരികമായി വളരെ പുരോഗമിച്ച ഒരു സമൂഹം. അന്നത്തെ കാലത്ത് അപേക്ഷിച്ച് ഭൗതിക സൗകര്യങ്ങളിൽ മതിമറന്നവർ, അഹങ്കരിച്ചവർ, അവർ വിചാരിച്ച് ഞങ്ങൾ ഇവിടെ സുരക്ഷിതരാണ്, ശാശ്വതരാണ്, ഇവിടുന്ന് ഒരു മടക്കമില്ല, ഇവിടെ ഞങ്ങൾ പോകൂല. അങ്ങനെ അള്ളാഹുവിനെ മറക്കുന്ന രൂപത്തിൽ പല വേണ്ടാത്രങ്ങൾ ചെയ്തു. വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിച്ചു. ഭൂമിക്കടിയിൽ ജലസംഭരങ്ങൾ ഉണ്ടാക്കി, കൂറ്റൻ കെട്ടിടങ്ങൾ, കോട്ടക്കൊത്തളങ്ങൾ ഉണ്ടാക്കി, വലിയ വലിയ സ്മാരക സ്തൂപങ്ങൾ, ഇമാദ് എന്ന് പറയും അറബിയിൽ, അതൊക്കെ അവർ ഉണ്ടാക്കി. ദാത്തുൽ ഇമാദ് എന്നിവരെ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫജ്റിൽ ആദിനെ കുറിച്ചുണ്ടല്ലോ. 6-ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തുൽ ഇമാദ്. 6-7 ആയത്തുകളാണ്. വലിയ കെട്ടിടങ്ങൾ, കൂറ്റൻ തൂണുകൾ, ഇതൊക്കെയാണ് അവരുണ്ടാക്കിയിരുന്നത്. ഇതൊക്കെ അവരുടെ ഹോബിയായിരുന്നു. എന്നാൽ എല്ലാറ്റിനും വഴങ്ങുന്ന അധ്വാനവും ശാരീരികമായ കായികമായ ശേഷിയും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ഒരു ജനത. ഇറമ ദാത്തുൽ ഇമാദ് എന്നാണ് സൂറത്തുൽ ഫജ്റിലെ 7-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഇറം ഗോത്രം എന്നും ആദ്യ സമുദായത്തിന് പേരുണ്ടായിരുന്നു എന്ന് പറയപ്പെടും. ഇറം ഗോത്രം. ഇറമ ദാത്തുൽ ഇമാദ് എന്ന് പറഞ്ഞാൽ അതായത് ഉയർന്ന കെട്ടിടങ്ങൾ ഉണ്ടായിരുന്ന ഇറമ ഗോത്രം, അല്ലെങ്കിൽ ഇറം പട്ടണം എന്നും അർത്ഥമുണ്ട്. ദാത്തുൽ ഇമാദ് എന്നതിന് വളരെ പൊക്കമുള്ള ആളുകൾ എന്നും ചില മുഫസ്സിരീങ്ങൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. വലിയ നീളമുള്ള ആളുകളായിരുന്നു അപ്പോൾ. പ്രത്യേകിച്ച് ആദ്യകാലങ്ങളിൽ ആളുകളൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ഷാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് ഇറം എന്നവൻ. ആ ഇറമിന്റെ മകനാണ് ആദ് എന്നവൻ. ഈ ആദിന്റെ സന്താന പരമ്പരയുടെ അടുക്കലേക്കാണ് ഹൂദ് നബി അലൈഹി സ്വലാം അല്ലാഹു തആല പ്രവാചകനായി നിയോഗിച്ചത്. ഈ ഗോത്രത്തിന് ആദ്, ഇറം എന്നും 1-ാമത്തെ ആദ് എന്നും പറയുന്നു. സൂറത്തുൽ നജ്മിൽ 50-ാമത്തെ ആയത്തിൽ വഅന്നഹു അഹ്ലക ആദനിൽ ഊല എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. 1-ാമത്തെ ആദ് അല്ലെങ്കിൽ ആദു ഇറം അത് ഇവരാണ്. അതേപോലെ തന്നെ ഈ പരമ്പരയിൽ പിന്നീട് വന്ന ആളുകളാണ് സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയായ സമൂദ് സമുദായം. ഇവർക്കാണ് അവസാനത്തെ ആദുൽ ഉഖ്റ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് എപ്പോഴും ഈ 2 ഗോത്രങ്ങൾ അല്ലാഹു തആല ഒരുമിച്ചാണ് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പറയാറുള്ളത്. ഏതായാലും ഈ ആദ് സമുദായം വലിയ പ്രതാപശാലികളാണ്. അവർ നല്ല ദേഹബലമുള്ള ആളുകൾ, വളരെ പൊക്കമുള്ള ആളുകൾ, ഒരുപാട് തോട്ടങ്ങളുണ്ട്, അരിഞ്ഞുകളുണ്ട്, കൃഷിയിടങ്ങളുണ്ട്. അവരുടെ ഭൂമിയൊക്കെ ഫലഭൂയിഷ്ടമാണ്. നല്ല ഫലഭൂയിഷ്ടമായ രാജ്യവും മണ്ണുമാണ് അവർക്കുള്ളത്. നല്ല സമ്പത്തുള്ള ആളുകളാണ്. ഇന്ത്യ, തുർക്കിസ്ഥാൻ മുതലായ നാടുകളുമായി കച്ചവടബന്ധമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ പ്രതാപം പ്രകടിപ്പിക്കാൻ ഉയർന്ന കുന്നുകളിൽ നടപ്പാതകളുടെ വക്കിലൊക്കെ അവർ കെട്ടിടങ്ങളും കോട്ടകളും പടുത്തു ഉയർത്തിയിരുന്നു. യാതൊരു ആവശ്യവുമില്ലാതെ വെറും വിനോദത്തിന് വേണ്ടി മാത്രമാണ്
ഈ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലേ? ഇന്നിപ്പോ ചില രാജാക്കളും ഭരണാധികാരികളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു കാര്യവുമില്ലാതെ കുറെ കെട്ടിടങ്ങൾ കെട്ടിയുണ്ടാക്കുക, പ്രതിമകൾ കെട്ടിയുണ്ടാക്കുക പോലെയുള്ള സംഗതികളൊക്കെ. ഇവരെന്താ ചെയ്യുക? കുന്നുകളില് പർവ്വതങ്ങളില് രമ്യഹർമ്മങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ആയിരക്കണക്കിന് ആളുകൾ കാണുമല്ലോ, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആളുകൾ വിചാരിക്കുമല്ലോ, ഒരു പ്രതാപത്തെ കുറിച്ച് ചർച്ച ചെയ്യൽ. ഇതാണ് അവരുടെ ഉദ്ദേശം. സമയം വെറുതെ കളയുകയാണ്. ഇഹലോകത്തോ പരലോകത്തോ ഫലപ്രദമല്ലാത്ത കാര്യത്തോടെ ആവശ്യം ചെലവഴിക്കാൻ അവർ ചെയ്യുന്നത്. ദുർവ്യയമാണ് അവർ ചെയ്യുന്നത്. മാത്രവുമല്ല, സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന വീടുകൾ തന്നെ പരിധി വിട്ട രൂപത്തിലാണ് അവർ നിർമ്മിച്ചിരുന്നത്. ആ മണിമന്ദിരങ്ങൾ തങ്ങൾക്ക് ശാശ്വതമാണ്, ഞങ്ങൾ ഇവിടെ തന്നെ എന്നും കഴിഞ്ഞുകൂടേണ്ട ആളുകൾ എന്ന ധാരണയിലാണ് അവർ അങ്ങനെ വലിയ വലിയ വീടുകൾ ഉണ്ടാക്കിയിരുന്നത്. ഇന്നും ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലേ, വലിയ വലിയ കോൺക്രീറ്റ് കാടുകൾ, വലിയ വീടുകൾ ഉണ്ടാക്കിയിട്ട് ആവശ്യത്തിലധികം അല്ല, ഒരാളുടെ സ്റ്റാറ്റസിന് യോജിക്കാവുന്നതിലപ്പുറം. അല്ലാഹു നമ്മളെ കാക്കട്ടെയാണ്. അതുപോലെ തന്നെ ആദ്യ സമുദായത്തിന് വേറെയും ചില സ്വഭാവങ്ങളുണ്ടായിരുന്നു. അക്രമം കാണിക്കുന്ന സ്വഭാവം. അവർ പ്രതികാരം ചെയ്യുകയാണെങ്കിൽ ഒരു ദയാദാക്ഷിണ്യം ചെയ്യാത്ത ആളുകളായിരുന്നു. ഒരു നീതിയോ മര്യാദയോ കാണിക്കാത്ത ആളുകളാണ്. പാറക്കൽ ഉരുട്ടിട്ട ആളുകളെ കൊല്ലും. വേറെയും പല വേണ്ടാത്തരങ്ങളും ചെയ്തിരുന്നവർ. വഴിയാത്രക്കാരായ ആളുകൾ ആക്രമിക്കും, അവരെ കൊള്ളയടിക്കും. തങ്ങളെക്കാൾ ശക്തന്മാരായ ആളുകൾ വേറെ ആരുമില്ലെന്ന് എപ്പോഴും വീരവാദം മുഴക്കുന്ന ആളുകൾ. ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ അതിര് വിട്ടു പോയപ്പോഴാണ് അല്ലാഹു തആല ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ അവരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു, നുബൂവത്ത് നൽകി പറഞ്ഞയച്ചു. മഹാനായ ഹൂദ് നബി അലൈഹി ഇസ്ലാം അവർ ഉപദേശിച്ചു, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, ബിംബാരാധന നിങ്ങൾ ഒഴിവാക്കണം, അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾ സൂക്ഷിക്കണം, ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. ഹൂദ് നബി അലൈഹി ഇസ്ലാം അവർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ഓരോന്നായി എണ്ണി വിശദീകരിച്ചു കൊടുത്തു. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ പടച്ച റബ്ബ് ചെയ്തില്ല, ഇനിയും നിങ്ങൾ അള്ളാഹുവിനെ ധിക്കരിക്കുകയാണോ? അള്ളാഹു അല്ലാത്ത അവരെ ആരാധിക്കുന്ന നന്ദികേടല്ലേ, കൊടിയ പാതകമല്ല, ചെറുക്കല്ലേ അത്? ഇങ്ങനെ നിങ്ങൾ പോയാൽ അള്ളാഹുവിന് നിങ്ങളോട് കോപിക്കേണ്ടി വരും, അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളുടെ അടുത്തേക്ക് വരും. പക്ഷെ ഇതൊന്നും അവർ ചിന്തിക്കൊണ്ടില്ല. ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് ഞങ്ങളെ ഉപദേശിക്കാൻ പറ്റും. പരിഹസിച്ച് തള്ളിയവർ, ധിക്കാരപൂർവ്വം അവർ അള്ളാഹുവിന് നിന്ന കാണിച്ചു. പ്രവാചകൻ കള്ളം പറയുന്ന ആളാണെന്ന് മുദ്ര കുത്തി. അങ്ങനെ നിരന്തരമായി ധിക്കാരം തുടർന്നപ്പോ ഹൂദ് നബി അലൈഹി സ്വലാം വീണ്ടും വീണ്ടും താക്കീത് നൽകി ശിക്ഷയെക്കുറിച്ച്. എന്നാ പിന്നെ അവരൊന്ന് നാം കാണട്ടെ, എന്നാ പിന്നെ അതൊന്ന് കാണട്ടെ. അവസാനം 7 രാവുകളും 8 പകലുകളും 7 രാവുകളും 8 പകലുകളും നീണ്ടു നിന്നൊരു കൊടുങ്കാറ്റ് വന്നു. ആ കൊടുങ്കാറ്റിലൂടെ അല്ലാഹു അവരെ നശിപ്പിച്ചു. 760 വർഷക്കാലമാണ് ഹൂദ് നബി അലൈഹി സ്വലാം ആ സമുദായത്തിൽ ജീവിച്ചത്. 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിച്ചു. അതിനുശേഷം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചു, ദഅവത്തിന് വേണ്ടി, പ്രബോധനത്തിന് വേണ്ടി. ഹൂദ് നബി അലൈഹി സ്വലാം മരണപ്പെട്ടതും ഖബറടക്കിയതും ഹദറമൗത്തിലാണെന്ന് പറയപ്പെടുന്നു, ഫലസ്തീനിലാണെന്ന് വേറെ അഭിപ്രായമുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്തുകൾ പഠിക്കാം. 65-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇലാ ആദിൻ അഖാഹും ഹൂദാ ഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. വഇലാ ആദിൻ, ആദ് ജനതയിലേക്ക്, അഖാഹും അവരുടെ സഹോദരനായ ഹൂദൻ, ഹൂദ് നബി അലൈഹി സ്വലാമിനെയും നമ്മൾ അയച്ചു. അർസൽന എന്ന് പറഞ്ഞില്ല നേരത്തെ, നമ്മൾ നിയോഗിച്ചു. ഇലാ ആദിൻ, ആദിലേക്ക് നമ്മൾ നിയോഗിച്ചു. ആരെ? അഖാഹും അവരിൽപ്പെട്ട അവരുടെ സഹോദരനായ ഹൂദൻ, ഹൂദ് നബി അലൈഹി സ്വലാം. അവരുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളെന്ന് പറയും. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എന്റെ സമുദായമേ, ഉഅ്ബുദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യം നിങ്ങൾക്കില്ല തന്നെ. അഫലാ തത്തഖൂൻ, നിങ്ങൾ എന്താ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? നിങ്ങൾ തഖ്വ ചെയ്യുന്നില്ലേ? നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? സൂക്ഷ്മതയോടെ ജീവിക്കുന്നില്ലേ? ഇങ്ങനെയാണ് പ്രബോധനം തുടങ്ങിയത്. ഹൂദ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അഖാഹും എന്ന് പ്രയോഗിച്ചുല്ലേ, ഇത് ആ ഗോത്രത്തിൽ പെട്ട ആളാണ് എന്നറിയിക്കാനാണ് അങ്ങനെ പ്രയോഗിച്ചത്. വേറെയും പല സ്ഥലങ്ങളിലും മറ്റു ചില നബിമാരെ കുറിച്ചും അല്ലാഹു തആല അഖാഹും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരും അതത് ജനങ്ങളിലെ പ്രധാന ഗോത്രങ്ങളിൽപ്പെട്ട ആളുകളായിരുന്നു, അംഗങ്ങൾ തന്നെയായിരുന്നു മനസ്സിലാക്കി തരാനാണ് അങ്ങനെ പറഞ്ഞത്. 66-ാമത്തെ ആയത്ത് നോക്കൂ. ധിക്കാരികളായ സത്യനിഷേധികളായ ജനതയെ തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോ ഹൂദ് നബി അലൈഹി സ്വലാമിനും മറ്റു പ്രവാചകന്മാരുടെ അതേ അനുഭവം തന്നെയാണ് ഉണ്ടായത്. ആ ഖൗമിലെ പ്രമുഖരായ നേതാക്കളായ ആളുകൾ മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാമിന് വിഡ്ഢിയാണെന്ന് പറഞ്ഞു, കള്ളനാണെന്ന് പറഞ്ഞു, നുണ പറയുന്നവനാണെന്ന് പറഞ്ഞു. നോക്കൂ ആയത്ത് 66. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൽ മലഉ അല്ലദീന കഫറൂ മിൻ ഖൗമിഹി ഇന്നാ ലനറാക ഫീ സഫാഹത്തിൻ വഇന്നാ ലനദുന്നുക മിനൽ കാദിബീൻ. ഖാലൽ മലഉ, നേതാക്കൾ പറഞ്ഞു,
അല്ലദീന കഫറൂ കാഫിരീങ്ങളായ സത്യം നിഷേധിച്ച നേതാക്കൾ പറഞ്ഞു മിൻ ഖൗമിഹി യഹൂദ നബി അലൈഹി സ്വലാമിന്റെ സമുദായത്തിൽപ്പെട്ട എന്താ പറഞ്ഞത്? ഇന്നാ നിശ്ചയമാം ഞങ്ങൾ ലനറാക നിന്നെ ഞങ്ങൾ കാണുന്നു ഫി സഫാഹ വിഡ്ഢിത്തത്തിൽ അകപ്പെട്ടു പോയതായി, നീ വിഡ്ഢിത്തത്തിൽ അകപ്പെട്ടു പോയതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഞങ്ങൾ കാണുന്നത്. സഫാഹത്ത് എന്ന് പറഞ്ഞാൽ പൊട്ടത്തരം, വിഡ്ഢിത്തരം എന്നൊക്കെ പറയാം. ഇന്ന ഞങ്ങൾ നിശ്ചയം ലനദുന്നുക നിന്നെ ഞങ്ങൾ കരുതുന്നു, വിചാരിക്കുന്നു, മിനൽ കാദിബീൻ വ്യാജന്മാരിൽ പെട്ടുപോയവനാണ് എന്ന്, നീ നുണ പറയുന്ന ആളുകളെ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്നാണ് ഞങ്ങൾ നിന്നെ കുറിച്ച് മനസ്സിലാക്കുന്നത്. സത്യനിഷേധയുടെ കൂട്ടത്തിൽ സാധാരണക്കാരുണ്ടാവും, പക്ഷേ പ്രവാചകന്മാരെ എതിർക്കാൻ മുന്നോട്ട് വരുന്നവർ, അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവർ പ്രമാണിമാരാണ്. അതുകൊണ്ടാണ് മലഅ് എന്ന് പറയാൻ കാരണം. മലഅ് എന്ന് പറഞ്ഞാൽ പ്രധാനികൾ, നേതാക്കൾ, പ്രമാണികൾ, കൂട്ടം, പ്രധാനമായ സംഘം എന്നൊക്കെ അർത്ഥം സാധാരണ വരാറുണ്ട്. അടുത്ത ആയത്ത് നോക്കുക, 67-ാമത്തെ ആയത്ത്. ഹൂദ് നബി അലൈഹി സ്വലാം തന്റെ യഥാർത്ഥ അവസ്ഥ അവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. നീ നുണയനാണ്, അല്ലെങ്കിൽ നുണ പറയുന്നവർ കൂട്ടത്തിലാണ്, വിഡ്ഢിത്തത്തിൽപ്പെട്ട ആളാണെന്നൊക്കെയാണ് അവർ ആക്ഷേപിച്ചത്. അതിന് മറുപടി കൊടുക്കുകയാണ്. 67 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല യാ ഖൗമി ലൈസ ബി സഫാഹത്തുൻ വലാകിന്നി റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ. എന്താ പറഞ്ഞത്? ഖാല മഹാനവർകൾ മറുപടി പറഞ്ഞു, യാ ഖൗമി എന്റെ ജനതയെ, ലൈസ ബി എന്നിലില്ല സഫാഹത്തുൻ ഒരു വിഡ്ഢിത്തരവുമില്ല, ഒരു മൗഢ്യവുമില്ല, വലാകിന്നി പക്ഷെ ഞാൻ റസൂലുൻ ദൂതനാണ്, മിർ റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വന്ന, അല്ല നിങ്ങൾ പറയുന്ന പോലെയൊന്നുമില്ല എന്ന് അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി അടുത്ത വരുന്നുണ്ട്, നമുക്ക് അവിടെ പഠിക്കാം. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മനസ്സിനെ നന്നാക്കാൻ്റെ സ്വഭാവങ്ങൾ നന്നാക്കാൻ്റെ ആസ്തമത്തെ നന്നാക്കണേ തമ്പുരാനെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. മഹാന്മാരായ പ്രവാചകന്മാരെ കൂടെ ഞങ്ങളെ സ്വർഗ്ഗത്തിൽ തരണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന റബ്ബ് റഹ്മഹുമാ കമാ റബ്ബൗനാ ശിഗാറ. ഞങ്ങളുടെ ദുആ കൊണ്ട് വസിയത്തിച്ചിട്ട് ഒരുപാട് ആളുകൾ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന തമ്പുരാനെ അസുഖം ശക്തിയാക്കണേ അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل جنة مأواهم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.